രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളെക്കുറിച്ച് മുഖം നോക്കാതെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് സംവിധായകനും നടനുമായ ജോയ് മാത്യു. ചലച്ചിത്ര മേഖലയിലെ ദുഷിച്ച പ്രവണതകളെ അനാവരണം ചെയ്തുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ആദ്യം പ്രതികരിച്ച സിനിമാക്കാരൻ ജോയ് മാത്യു ആയിരുന്നു. ഒരൊറ്റ വാചകമേ ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നുള്ളൂ. അത് തന്നെ ധാരാളമായിരുന്നു. അത്രക്കുണ്ടായിരുന്നു ആ വാക്കുകളുടെ ശക്തിയും പരിഹാസവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പുറത്തുവിടാതിരുന്ന ഇടതുപക്ഷ വിപ്ലവ സർക്കാരിന് അഭിവാദ്യങ്ങൾ, റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി പോരാടിയവർക്കും അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോഴിതാ കൂടുതൽ വിശദമായി തന്നെ ജോയ് മാത്യു മീഡിയയോട് ചലച്ചിത്ര മേഖലയിലെ പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗുരുതരമാണെങ്കിൽ 4.5 കൊല്ലം പൂഴ്ത്തിവെച്ച സർക്കാരിന് അത് മനസ്സിലായില്ലേ എന്നാണ് ജോയ് മാത്യുവിന്റെ ചോദ്യം. 4.5 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് സർക്കാർ ചെയ്ത ഗുരുതരമായ തെറ്റാണ് എന്നും ജോയ് മാത്യു പറയുന്നു. ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും വളരെ പോസിറ്റീവാണ്. അത് നടപ്പിൽ വരുത്തേണ്ടതായിരുന്നു. ഇനിയും അതിന് സാധിക്കും. റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ചയാവുകയും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യാമായിരുന്നു. ഇനിയും അതിന് പറ്റും. സ്ത്രീകൾക്കുള്ള ശുചിമുറി സൗകര്യങ്ങൾ, വസ്ത്രം മാറാനുള്ള സൗകര്യം, വേതനങ്ങളിലെ ബാലൻസിംഗ് ഇല്ലായ്മ എന്നതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളെയുള്ളൂ ജോയ് മാത്യു പറയുന്നു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാം എന്നാണ് ജോയ് മാത്യു പറയുന്നത്. രാഷ്ട്രീയത്തിലേതുപോലെ സിനിമാ മേഖലയിലും പല തട്ടുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാമെന്നും ദിലീപ് കേസിൽ പ്രതികരിച്ചതിനെ തുടർന്ന് തനിക്കും അവസരങ്ങൾ നഷ്ടമായിരുന്നുവെന്നും ജോയ് മാത്യു തുറന്നു പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് തെറ്റാണെന്നും കൂടി ജോയ് മാത്യു കൂട്ടിച്ചേർത്തു. ഒളിപ്പിച്ചു വെച്ച വിവരങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഭാഗികമായ റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരും മോശക്കാരാണ് എന്ന പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെങ്ങനെ പരിഹാരം കാണണമെന്ന് അമ്മ ചർച്ച ചെയ്യും ജോയ് മാത്യു പറഞ്ഞു. ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്. ജുഡീഷ്യൽ പവർ ഇല്ലാത്ത കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും ജോയ് മാത്യു പറയുന്നു. എനിക്കതിന്റെ നിയമവശം അറിയില്ല. പ്രശ്നം പറയുന്നവർക്ക് നേരിട്ട് തന്നെ പരാതി കൊടുക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമ നടപടി സ്വീകരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആര് എന്ത് എന്നറിയാതെ എങ്ങനെ കേസെടുക്കുമെന്നും ജോയ് മാത്യു ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.